ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 12 ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. 138 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ നെയിമോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെ ഡാറ്റ പിക്ചേഴ്സ് വരെ ഉള്ളത് പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ അത് മുതലാണ് നോക്കേണ്ടത്. ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വിവര ചിത്രങ്ങളാണ് കേട്ടോ. England batted first in a T20 match against India. The runs they scored in each over is given in this table. അതായത് എന്താണ്, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു T20 ക്രിക്കറ്റ് കളിയാണ് അല്ലേ. അതിൽ ആദ്യം ബാറ്റ് ചെയ്തത് ആരാണ്? ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഓരോ ഓവറിലും നേടിയ റൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ഓവർ വരെയുള്ളതിലുള്ള റൺസ് ഉണ്ട്? 1 to 20 വരെയുള്ള ഓവറുകളാണുള്ളത് അല്ലേ. താഴെ ബോക്സിൽ കൊടുത്തത് കണ്ടോ, ഓരോ ഓവറിലും കിട്ടിയ റൺസാണ്. ഒന്നാമത്തെ ഓവർ ഫസ്റ്റ് എത്ര റൺസ്? 11 ആണ്. ഓവർ 2ൽ 9 ആണ് അല്ലേ. ഓവർ 3ൽ 8, ഓവർ 4ൽ 16, ഓവർ 5ൽ 6, അങ്ങനെ ഓവർ 20 എത്തുമ്പോൾ 8 റണ്ണാണ് എടുത്തിട്ടുള്ളത്. മക്കൾക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളോട് എന്താ ചോദിക്കുന്നത്? വി ക്യാൻ ഷോ ദിസ് ആസ് എ പിക്ചർ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചിത്രമായിട്ട് കാണിക്കാം. എങ്ങനെയാണ് ചിത്രമായിട്ട് കാണിക്കുക? ഇതുപോലെ ഗ്രാഫ് കണ്ടോ, മുകളിലേക്ക് എന്താണ്? റൺസാണ്. റൺസ് മാക്സിമം എത്രയാ? 21, 20 വരെയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ 21 വരെ മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഓവേഴ്സ് 21 വരെ തന്നെ, 20, 21 ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുക. 20 ഓവേഴ്സ് അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലൈനും 0, 1, 2, 3 അങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഓവേഴ്സ് അല്ലേ താഴെയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓവറിൽ നിന്ന് എത്ര റണ്ണാണ് കിട്ടിയത്? 11 റണ്ണല്ലേ. അപ്പോൾ മുകളിലോട്ട് 11 വരെ ഉള്ളിടത്ത് അടയാളപ്പെടുത്തിയിട്ട് അത്രയും ഭാഗം നിങ്ങൾ ഇതുപോലെ കളർ ചെയ്യുക. ഇനി സെക്കൻഡ് ഓവറിൽ എത്രയാ? 9 ആണല്ലേ. അപ്പം 9 എന്നുള്ള ആ ഒരു ലൈൻ വരെയാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അതുപോലെ 20ൻ്റെത് എത്രയാ? 8 ആണല്ലേ. അപ്പോൾ 8 എന്നുള്ള ലൈൻ വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ തന്നില്ലെങ്കിലും ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട്, ഈ ഒരു പിക്ചർ ഉപയോഗിച്ചിട്ട് ഓരോ ഓവറിലും എത്ര റൺസ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ. ഒന്നാമത്തെ ഓവറിൽ, ഫസ്റ്റ് ഓവറിൽ മുകളിലോട്ട് നോക്കുക. അപ്പോൾ 11 ആണ്. സെക്കൻഡ് ഓവറിൽ 9 ആണ്. തേർഡ് ഓവറിൽ 8ന് നേരെയാണ്. അതുപോലെയാണ് നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് മക്കൾക്ക് ഇനിയും വർക്കുകൾ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ ഉള്ളൊന്ന് വിശദീകരിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നാലും നമുക്കൊന്ന് വായിക്കാം. എലോങ് എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് ദ ബോട്ടം നമ്പേഴ്സ് ഓഫ് ഫ്രം 1 to 20 ആർ മാർക്ക്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ദിസ് ഈസ് ടു ഷോ ദ നമ്പർ ഓഫ് ഓവേഴ്സ്. അതായത് എന്താണ്, താഴെ ഹൊറിസോണ്ടലായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ ഒരേ ഡിസ്റ്റൻസ് ഇടവിട്ടിട്ട് 1 to 20 വരെയുള്ള സംഖ്യകൾ, നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്താണ് കാണിക്കുന്നത്? ഓവറിൻ്റെ നമ്പേഴ്സ് കാണിക്കാനാണ്. ഇനി അടുത്തതോ, എലോങ് എ വെർട്ടിക്കൽ ലൈൻ ഓൺ ദ ലെഫ്റ്റ് നമ്പേഴ്സ് ഫ്രം 1 to 21 ആർ മാർക്ക്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ദിസ് ഈസ് ടു ഷോ ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് അല്ലേ വെർട്ടിക്കലായിട്ട് വന്നിട്ടുള്ള ആ ലൈന് എന്തിനെ അടയാളപ്പെടുത്താനാണ്? റൺസിനെ അടയാളപ്പെടുത്താനാണ്. Then at the position showing each over, rectangles are drawn with heights up to the number on the vertical line showing the number of runs scored in that over. All these rectangles are of the same width. അതായത് എന്താണ്, ഓരോ ഓവറിനെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്ത്, അതായത് ഓരോ ഓവറിൻ്റെ നമ്പറിൻ്റെയും സ്ഥാനത്ത് ഒരു ഓവറിൽ കിട്ടിയ റൺസ് ഉണ്ടാവുമല്ലോ, അതിനെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ ഉയരത്തിലെ നമ്പറിൻ്റെ ആ ഹൈറ്റിലാണ് നമ്മൾ ആ ഒരു ചെറിയ ചതുരം വരച്ചിരിക്കുന്നത്.
ആ ഒരു ചെറിയ റെക്റ്റാങ്കിൾ രൂപത്തിലാണല്ലോ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓൾ ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം ദ ടേബിൾ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ പിക്ചർ ഓൾസോ. അതായത് ആ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം എന്താണ്, ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോറോവർ വി ക്യാൻ സീ ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് സ്കോർസ് അറ്റ് വൺ ഗ്ലാൻസ്. സച്ച് എ പിക്ചർ ഈസ് കോൾഡ് എ ബാർ ഗ്രാഫ്. അപ്പോൾ ഓരോ ഓവറിലും കിട്ടിയ റൺസ് നമുക്ക് കൂടുന്നതും കുറയുന്നതും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഇതിൽ നിന്ന് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിനെ പറയുന്ന പേരാണ്, ഞാൻ ഗ്രാഫ് എന്ന് ആദ്യം പറഞ്ഞു, ഈ ഒരു പിക്ചറിനെ പറയുന്ന പേരാണ് എന്ത്, ബാർ ഗ്രാഫ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പിക്ചർ നോക്കാം. നൗ ലെറ്റ്സ് സീ ദ സ്പെസിഫിക് ഗ്രാഫ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഇന്ത്യ ബാറ്റിംഗ് സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്തത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഓവേഴ്സിൽ, ഓരോ ഓവേഴ്സിലും കിട്ടിയ റൺസാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ എന്താണ് നിങ്ങൾ നോക്കിക്കേ, ഓവറിൻ്റെ സ്ഥാനത്ത് 1 to 19 വരെയാണുള്ളത്. 20 ഇവിടെ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? 19 എത്തിയപ്പം തന്നെ ഇന്ത്യ ജയിച്ചു. പിന്നെ 20 അവിടെ അടയാളം എടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വി ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദിസ് ഗ്രാഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ്, ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇൻ വിച്ച് ഓവർ വാസ് ദ മോസ്റ്റ് റൺ സ്കോർഡ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എത്രാമത്തെ ഓവറിലാണ്? മക്കൾ നോക്കിക്കേ, എത്രാമത്തെയാ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഉള്ളത് നോക്കുക. എവിടെയാ? 11th ഓവറിലാണല്ലേ. താഴെ ഓവേഴ്സാണ് കാണിക്കുക. അപ്പോൾ 11th ഓവറിലാണ്. എത്ര റൺസ് കിട്ടിയിട്ടുണ്ട്? 20 റൺസിൻ്റെ നേരെയാണല്ലേ ആ ഒരു റെക്റ്റാങ്കിൾ നിൽക്കുന്നത്. അപ്പം 20 റൺസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഓവർ വാസ് ദ ലീസ്റ്റ് റൺ സ്കോർഡ്. ഏത് ഓവറിലാണ് ഏറ്റവും കുറവ് റൺസ് കിട്ടിയത്? അത് എത്രയാണ്? ഹൗ മെനി റൺസ് വേർ സ്കോർഡ്. എത്രയാണ്? ഞാൻ ആ ഒരു ചിത്രം ഇവിടേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാ മക്കളെ? 13, 14, 15 ഏറ്റവും കുറവ് ചെറിയ റെക്റ്റാങ്കിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ്, ഏത് നമ്പറിൻ്റെ കൂടെയാണത് നേരെയാണുള്ളത്? 3യുടെ കൂടെയാണല്ലേ. അപ്പോൾ 13, 14, 15 എത്ര റൺസാണ്? 3 ആണ് ഏറ്റവും കുറവ്. തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ മോർ ദാൻ 10 റൺസ് സ്കോർഡ്. വിച്ച് ആർ ദോസ് ഓവേഴ്സ്. അപ്പോൾ എത്ര ഓവറിലാണ് 10നേക്കാൾ കൂടുതൽ റൺസ് കിട്ടിയത്? അത് ഏതൊക്കെ ഓവറിലാണ്? അപ്പോൾ നമുക്കിവിടെ എഴുതാം. 10ൻ്റെ മുകളിലുള്ളത് ഏതൊക്കെയാ? 10 ആദ്യം മക്കളൊന്ന് നോക്കി വെക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റ് 4ലുണ്ട് അല്ലേ. 4ൽ എത്രയാ? 12 ഉണ്ട്. പിന്നെയോ? പിന്നെ 8ൽ എത്രയുണ്ട്? 16 ഉണ്ട്. പിന്നെ 9ൽ 13 ആണ്. 10ൽ 14 ആണ്. 11ൽ 20 ആണ്. അപ്പോൾ അത്രയാണ് 10നേക്കാൾ കൂടുതൽ റൺസ് നേടിയ ഓവേഴ്സ് അല്ലേ. അപ്പോൾ ഇൻ ഹൗ മെനി ഓവേഴ്സ് എന്ന് ചോദിച്ചാൽ എത്ര ഓവേഴ്സാണ്? 5 ഓവേഴ്സാണ് 10നേക്കാൾ കൂടുതൽ റൺസ് നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ ലെസ് ദാൻ 6 റൺസ് സ്കോർഡ്. വിച്ച് ആർ ദോസ് ഓവേഴ്സ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എത്ര ഓവറിലാണ് 6നേക്കാൾ കുറവ് റൺസ് കിട്ടിയത്? അത് ഏതൊക്കെ ഓവറിലാണ്? അപ്പോൾ ഏതൊക്കെ ഓവറാണെന്ന് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ മക്കൾ നോക്കിക്കേ, 6 എന്നുള്ള നമ്പറിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ താഴെ വരുന്നത് ഏതൊക്കെയാണ്? 12ൽ 5 ആണ്, 13ൽ 3 ആണ്, 14ൽ 3 ആണ്, 15ലും 3 ആണ്, 16ൽ 5 ആണ്, 17ൽ 4 ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 ആണ് അല്ലേ. 6നേക്കാൾ കുറവ് വരുന്നത്. ഇനി നൗ മേക്ക് എ ടേബിൾ ഷോയിങ് ദ റൺസ് ഇന്ത്യ സ്കോർഡ് ഇൻ ഈച്ച് ഓവർ. അപ്പോൾ നമ്മൾ നേരത്തെ ഇംഗ്ലണ്ടിൻ്റെത് സ്കോറും അതുപോലെ ഓവേഴ്സും നമ്മൾ ടേബിൾ ആക്കിയിട്ട് കണ്ടല്ലോ. അതുപോലെ ഇന്ത്യയുടേത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഓവറിലും കിട്ടിയ റൺസ് ഞാനിങ്ങനെ എഴുതാം. മക്കൾ അതുപോലെ പട്ടിക വരച്ചിട്ട് ടേബിൾ വരച്ചിട്ട് വേണം കേട്ടോ എഴുതാൻ. അപ്പോൾ ഓരോ ഓവറിലും കിട്ടിയ റൺസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും നേരെ അല്ലെങ്കിൽ മക്കളത് നേരെ ആക്കിയിട്ട് ഓർഡറിലാക്കിയിട്ട് എഴുതണേ.
ഇനി ഇവിടെ ഒരു ഗ്രാഫ് തന്നത് നോക്കിക്കേ. വി ക്യാൻ ഓൾസോ കമ്പയർ ദ ബാറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ടീം ബൈ ഡ്രോയിങ് ദ ഗ്രാഫ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് കമ്പൈനിങ് ദം. എങ്ങനെയാ രണ്ട് ടീമുകളുടെ പ്രകടനം അല്ലേ, കളി പെർഫോമൻസ് ഒത്തു നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് നിറങ്ങളിൽ ഒരേ ഗ്രാഫിൽ അല്ലേ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മക്കൾക്ക് ഒരു ഡൗട്ടും അടിക്കേണ്ട കേട്ടോ. ആ ഗ്രീൻ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ റൺസാണ്, അതുപോലെ ഓറഞ്ച് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ റൺസാണ്. അപ്പം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ആ റെക്റ്റാങ്കിൾ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ടീമാണ് ഓരോ ഓവറിലും കൂടുതൽ റൺസ് നേടിയത്, കുറവ് റൺസ് നേടിയതെന്നൊക്കെ ഈ ഒരു ഒറ്റ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ഇന്ത്യ സ്കോർ മോർ റൺസ് ദാൻ ഇംഗ്ലണ്ട്? ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺസ് നേടിയത്? അപ്പോൾ ഇന്ത്യ കൂടുതൽ റൺസ് നേടിയതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ഗ്രീനിനേക്കാട്ടിലും കൂടുതലുള്ളത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓവറിൽ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്, അപ്പോൾ ഇംഗ്ലണ്ടാണ്. സെക്കൻഡ് ഓവറിൽ സെയിം ആണ്. തേർഡ് ഓവറിൽ ഇന്ത്യയാണ്. ഫോർത്ത് ഓവറിൽ ഇംഗ്ലണ്ടാണ്. ഫിഫ്ത്ത് ഓവറിൽ ഇന്ത്യയാണ്. സിക്സ്ത് ഓവറിലും എന്താണ് ഇന്ത്യയാണ്. സെവൻത്ത് ഓവറിൽ സെയിം ആണ്. എയ്ത്ത് ഓവറിൽ ഇന്ത്യയാണ്. നയൻത്തിൽ ഇന്ത്യ, 10th ഇന്ത്യ, 11th ഇന്ത്യ. പിന്നെ ഏതിലാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത്? പിന്നെ 19ലാണ് അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓവേഴ്സ് ഡിഡ് ബോത്ത് ടീംസ് സ്കോർ ദ സെയിം നമ്പർ ഓഫ് റൺസ്? രണ്ട് ടീമും സെയിം നമ്പർ റൺസ് നേടിയത് ഏതൊക്കെ ഓവറിലാണ്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രീൻ കളർ റെക്റ്റാങ്കിളും ഓറഞ്ച് കളർ റെക്റ്റാങ്കിളും സെയിം ആയിട്ട് നിൽക്കുന്നത് നോക്കുക. ഏതൊക്കെ ഓവേഴ്സിലാണ്? സെക്കൻഡ് ഓവറിൽ സെയിം ആണ്, അതുപോലെ 7th ഓവറിൽ സെയിം, 12th ഓവറിൽ സെയിം ആണ്, പിന്നെ 14, 15, 16 അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടീം സ്കോർഡ് മോർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 10 ഓവേഴ്സ്? ആദ്യത്തെ 10th ഓവർ മാത്രം നോക്കുകയാണെങ്കിൽ കൂടുതൽ റൺസ് നേടിയത് ഏത് ടീമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ഓവറിലും രണ്ട് ടീമും നേടിയ റൺസ് ഇവിടെ എഴുതണം. എന്നിട്ട് ആ റൺസ് കൂട്ടി നോക്കുമ്പോഴാണ് ഏത് ടീമാണ് കൂടുതൽ റൺസ് നേടിയതെന്ന് മനസ്സിലാവുക. നമുക്ക് എഴുതാം. ഫസ്റ്റ് 10th ഓവറിൽ ഇംഗ്ലണ്ട് നേടിയ റൺസും ഫസ്റ്റ് 10th ഓവറിൽ ഇന്ത്യ നേടിയ റൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിന് 75ഉം ഇന്ത്യക്ക് 103 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആരാണ് കൂടുതൽ റൺസ് നേടിയത്? ഇന്ത്യയാണ്. നെക്സ്റ്റ്, നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പേഴ്സ് ഓഫ് കാർസ് എ കമ്പനി മാനുഫാക്ചേർഡ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അല്ലേ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെയുള്ള ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ താഴെ ഇയേഴ്സാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. 2018, 2019, 2020, 2021, 2022, 2023 വരെയുള്ള ഇയേഴ്സാണ് എഴുതിയിട്ടുള്ളത്. ഇനി കാസിൻ്റെ എണ്ണം മുകളിലോട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. എത്ര കാസാണെന്ന് മുകളിലോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർ മെയ്ഡ്? ഹൗ മെനി കാർസ് വേർ മാനുഫാക്ചേർഡ്? അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് ഇയറാണ്? എത്ര കാറുകൾ? ഏതാണ് ഏറ്റവും കൂടുതൽ? 2019 ആണല്ലേ. ഉയരത്തിൽ റെക്റ്റാങ്കിൾ ഉള്ളത്, ഹൈറ്റിലുള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 14,500 ആണല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഡ് ഇൻ വിച്ച് ഇയർ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചേർഡ്? ഹൗ മെനി കാർസ് വേർ മാനുഫാക്ചേർഡ്? ഏറ്റവും കുറവ് ഏത് ഇയറാണ്, അതുപോലെ തന്നെ എത്ര കാറുകളാണ് എന്നാ. അപ്പോൾ ഏത് ഇയർ ഏറ്റവും കുറവ്? 2020ലാണ്. എത്ര എണ്ണം ഉണ്ട്? 10,500 ആണ് അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർസ് ലെസ് ദാൻ ദോസ് മെയ്ഡ് ഇൻ 2018 were മെയ്ഡ് ഇൻ 2023?
അപ്പോൾ എന്താ ചോദ്യം? 2018 എത്ര കുറവാണ് 2023 കാറുകളുടെ എണ്ണം? അപ്പോൾ 2018 13,000 ആണ്, 2023 12,500 ആണ്. അപ്പോൾ എത്രയാണ്? 13,000 മൈനസ് 12,500 ഈക്വൽ ടു 500 ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂമഡ് ഡ്യൂറിങ് വേരിയസ് മന്ത്സ് ഓഫ് എ ഇയർ. അപ്പോൾ ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്, മന്ത്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മന്ത്സ് കൂടുമ്പോഴാണ് എന്ത് നമുക്ക് ബില്ല് വരിക ഇല്ലേ? അപ്പോൾ എത്ര യൂണിറ്റ് ആയി എന്ന് നോക്കേണ്ടത്. അപ്പോൾ ജനുവരി ഫെബ്രുവരി ഫസ്റ്റ്, പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ, പിന്നെ നവംബർ ഡിസംബർ, അങ്ങനെയാണ് 2 മന്ത്സ് ആണ് നമ്മൾ യൂണിറ്റ് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പത്തിൽ ആ ഒരു ഗ്രാഫ് ഞാൻ ഇവിടേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് മന്ത്സ് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചത് ഏതൊക്കെ മാസങ്ങളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത് നോക്കിക്കേ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അല്ലേ? 340 ആണ് യൂണിറ്റ്സ് ഉള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത്സ് വാസ് ഇറ്റ്സ് ദ മിനിമം? ഏറ്റവും കുറവ് യൂണിറ്റ്സ് ആയിട്ടുള്ളത് ഏത് മാസങ്ങളിലാണ് എന്ന്? ഏത് മാസങ്ങളിലാണ് മക്കളെ? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ? ആ ഒരു 4 മാസങ്ങളിലും എന്താണ് 290 ആണ് യൂണിറ്റ് വന്നിട്ടുള്ളത് അല്ലേ? 2 മന്ത്സ് കൂടുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരിക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം? ഏറ്റവും കൂടുതൽ കിട്ടിയ യൂണിറ്റ്സും ഏറ്റവും കുറഞ്ഞ് കിട്ടിയ യൂണിറ്റ്സും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? എത്ര യൂണിറ്റ് വ്യത്യാസമുണ്ട്? 340 മൈനസ് 290 അല്ലേ? അപ്പോൾ 50 യൂണിറ്റ്സ് ആണ് ഡിഫറൻസ് ഉള്ളത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ആർ ദർ എനി മന്ത്സ് ഇൻ വിച്ച് ദ സെയിം യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് യൂസ്ഡ്? ഒരേ അളവിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത മാസങ്ങളുണ്ടോ, മന്ത്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ട് അല്ലേ? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, അതാണ് ഏറ്റവും കുറവുള്ളത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഹോൾ ഇയർ? ഈ ഒരു വർഷം ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? അവന് നമ്മൾ മൊത്തം ഓരോ മന്ത്സിലും കിട്ടിയ യൂണിറ്റ്സ് ഇവിടെ എഴുതണം. ഫസ്റ്റ് മന്ത്സിൽ 310 ആണ്, സെക്കൻഡ് മന്ത്സിൽ 340, പിന്നെ 330, പിന്നെ 300, 290, 290. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണ്? 1860. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? The graph below shows the number of girls and boys in classes 1 to 7 in a school. അപ്പോൾ എന്താണ്? ഒരു സ്കൂളിലെ ക്ലാസ് 1 മുതൽ ക്ലാസ് 7 വരെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും നമ്പേഴ്സാണ് ഇവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ക്ലാസ്സാണ് 1 to 7 താഴെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സ്റ്റുഡൻസ്, ഓരോ ക്ലാസ്സിലും സ്റ്റുഡൻസ് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് പോലെയുള്ള ആ ഒരു ഷെയ്ഡാണ് ബോയ്സ്, റെഡ് പോലെ മെറൂൺ പോലെയുള്ള ആ ഒരു ഷെയ്ഡ് പെൺകുട്ടികൾ, ഗേൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്? വാട്ട് ഈസ് ദ ഡിഫറൻറ്റ്? ഏത് ക്ലാസ്സിലാണ് ഗേൾസിനേക്കാൾ കൂടുതൽ ബോയ്സ് ഉള്ളത്? എത്ര കൂടുതലാണ്, എത്ര ഡിഫറൻസ് ആണ് ഉള്ളത്? അപ്പോൾ ആ ഓറഞ്ച് കളറ് റെഡ് കളറിനെക്കാട്ടിലും ഉയരത്തിൽ നിൽക്കുന്നത് ഏത് ക്ലാസ്സാണ്? ഓറഞ്ചാണ് ഉയർന്നു നിൽക്കേണ്ടത്. അപ്പോൾ ക്ലാസ് 3 ആണ് അല്ലേ? എത്ര കൂടുതലുണ്ട്? ബോയ്സ് 70 ആണ്, ഗേൾസ് 75 ആണ് ക്ലാസ് 3യിൽ. അപ്പോൾ 75 70 മൈനസ് ചെയ്താൽ 5 ആണ് ഡിഫറൻസ് ഉള്ളത് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ദ മോസ്റ്റ്? ഇൻ വിച്ച് ക്ലാസ് ഈസ് ഇൻ ദ ലീസ്റ്റ്? അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ്, ഏറ്റവും കുറവ് ഏത് ക്ലാസ്സിലാണ്?
അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് നോക്കിയിട്ട് കൂടുതലുള്ള കുട്ടികളെ, ഓരോ ക്ലാസ്സിലെയും കൂടുതലുള്ള കുട്ടികളിൽ നിന്ന് കുറവുള്ള കുട്ടികളെ കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടുമല്ലോ. ക്ലാസ് ഫസ്റ്റ് 65 എത്ര കുറയ്ക്കണം? 65 ഗേൾസാണ്, 45 ആണ് ബോയ്സ് ഉള്ളത്. അപ്പോൾ 65 45 കുറയ്ക്കുമ്പോൾ 20 ആണ്. ഇനി ക്ലാസ് 2-ൽ 65 60 കുറയ്ക്കുമ്പോൾ 5, ക്ലാസ് 3-ൽ 75 70 കുറയ്ക്കുമ്പോൾ 5, ക്ലാസ് 4-ൽ 70 55 കുറയ്ക്കുമ്പോൾ 15, ക്ലാസ് 5-ൽ 100 90 കുറയ്ക്കുമ്പോൾ 10, ക്ലാസ് 6-ൽ 150 110 കുറയ്ക്കുമ്പോൾ 5, ക്ലാസ് 7-ൽ 95 85 കുറയ്ക്കുമ്പോൾ 10. അപ്പോൾ മോസ്റ്റ് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് 1-ലാണ്. ലീസ്റ്റ് ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 6-ലാണ് അല്ലേ, 5. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ഓൾ ദീസ് ക്ലാസ്സസ് ടുഗദർ? ഈ ക്ലാസ്സുകളിലെല്ലാം കൂടെ എത്ര ഗേൾസ് ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു റെഡ് കളറിലുള്ള ആ റെക്റ്റാങ്കിളാണ് എന്ത്? ഗേൾസിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ റെഡ് കളറുള്ള ആ പോയിൻ്റൊക്കെ എടുത്തെഴുതാം. 65 + 65 + 70 + 70 + 100 + 115 + 95. അപ്പോൾ ടോട്ടൽ എത്ര ഗേൾസാണ്? 580 ഗേൾസാണ്. 580. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? അതിന് നമ്മൾ ഗേൾസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബോയ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 580 ആണ്. ഇനി നമ്പർ ഓഫ് ബോയ്സ് 45 + 60 + 75 + 55 + 90 + 110 + 85 എത്രയാ? 520 ആണ്. അപ്പോൾ 580യും 520യും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് 1100 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.